ഹായ്, നമ്മളിനി കോൺവേഴ്സ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോൺവേഴ്സ് പാർട്ടിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ എന്ന് പറയുന്ന ആൾ ബനാക് സ്പേസ് ആണ്. ഓക്കെ, പിന്നെ എഫ് ഡാഷ് കോമ്പാക്റ്റ് ആണ്. അപ്പം എഫ് ഡാഷ് എന്ന് പറയുന്ന ആൾ ഒരു കോമ്പാക്റ്റ് ലീനിയർ മാപ്പാണ്. എവിടുന്ന്? വൈ ഡാഷിൽ നിന്നും എക്സ് ഡാഷിലേക്ക് അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പാക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എഫ് ഡാഷ് കോമ്പാക്റ്റ് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് എന്താണ്? കോമ്പാക്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഫസ്റ്റ് പാർട്ട് പ്രകാരം എഫ് ഡാഷ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് എന്തായിരിക്കും? കോമ്പാക്റ്റ്. സത്യമാണേ? ഓക്കെ, അപ്പം അത് നമുക്ക് എഫ് ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. എഫ് ഡബിൾ ഡാഷ്. അപ്പം ഈ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആൾ ഒരു കോമ്പാക്റ്റ് ലീനിയർ മാപ്പാണ്. വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആൾ എക്സ് ഡബിൾ ഡാഷിൽ നിന്നും വൈ ഡബിൾ ഡാഷിലേക്ക് എന്താണ്? കോമ്പാക്റ്റ് ആണ് നമുക്ക് കിട്ടി. ഇതിന് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ ഈ തിയറത്തിലെ തന്നെ ഏത് പാർട്ടാണ്? ഫസ്റ്റ് പാർട്ടാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഇവിടേക്ക് നമ്മൾ നേരത്തെ പഠിച്ച കനോണിക്കൽ എംബഡിങ് എന്ന് പറയുന്ന സാധനമില്ലേ? കനോണിക്കൽ എംബഡിങ് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ നമ്പർ 8 നമ്മൾ പഠിക്കുന്നതാണ്, ബനാക് സ്പേസ് ഉള്ള ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കനോണിക്കൽ എംബഡിങ്. കനോണിക്കൽ എംബഡിങ്ങിനെ നമുക്ക് ജെ എന്നാണ് അവിടെ വിളിച്ചത്. ഇവിടെ 2 കനോണിക്കൽ എംബഡിങ് വരേണ്ടതുകൊണ്ട് ഞാൻ ഒന്നിനെ ജെ എക്സ് എന്ന് വിളിക്കുന്നു. ജെ എക്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ളു? എക്സിൽ നിന്നും എക്സ് ഡബിൾ ഡാഷിലേക്ക്. ഇനി മറ്റൊന്ന് ജെ വൈ, അതിവിടെ നിന്ന് എങ്ങോട്ട്? വൈയിൽ നിന്നും വൈ ഡബിൾ ഡാഷിലേക്ക്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെ എക്സ്, ഓക്കെ, ജെ എക്സ് ഓഫ് എക്സ്, ഓക്കെ, അറ്റ് ഓഫ് ദ ഫങ്ഷണൽ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താണ് എഴുതിയതെന്ന് ചെറിയ കൺഫ്യൂഷൻ വരാം. ഒരെണ്ണം എഴുതിയിട്ട് പറയാമേ. അടുത്തത് ജെ വൈ, വൈ ഓഫ് വൈ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷ് വൈ. ആക്ച്വലി ഇവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്. പക്ഷെ നമ്മളിത് നേരത്തെ എഴുതിയത് എങ്ങനെയാണെന്ന് അറിയോ? നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെ എന്ന് പറയുന്ന കനോണിക്കൽ എംബഡിങ് എക്സിൽ നിന്നും എക്സ് ഡബിൾ ഡാഷിലേക്കൊണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ജെ എക്സ് ഈക്വൽ ടു ജെ എക്സ്, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, അവിടെ നമ്മൾ എഫ് ഉപയോഗിച്ചു. ജെ എക്സ് ഓഫ് എഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആക്ച്വലി അത് തന്നെയാണ് ഇത്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എഫ് എന്ന് ഇവിടെ ഉപയോഗിച്ചില്ലേ, ആ എഫിന് പകരം ഞാൻ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എക്സ് ഡാഷ് എന്നൊക്കെയാണ്. അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത. ഇപ്പം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. ജെ എക്സ് ഓഫ് എഫ് എന്നേ പണ്ടായിരുന്നെങ്കിൽ എഴുത്തുള്ളൂ. അതപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ജെ എക്സിന് ക്യാപിറ്റൽ ജെ എക്സിന് വരെ ഞാൻ അങ്ങനെയാണെങ്കിൽ പണ്ട് ജെ എക്സ് എഫ് എന്ന് എഴുതിയേനെ. ഇനി ജെ എക്സ് എഫിന് വരെ ഞാൻ എന്ത് എഴുതിയേനെ? എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയേനെ. ആക്ച്വലി പക്ഷേ നമ്മുടെ ന്യൂ നൊട്ടേഷൻ വെച്ച് എഫ് ഓഫ് എക്സ് എഴുതുന്നതിന് പകരമാണ് ഞാൻ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? എക്സ് ഡാഷ് എക്സ്. അതാണ് ഈ കിടക്കുന്നത്, കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ അതിന് പകരം ഇപ്പം എന്ത് തോന്നുന്നു? വൈ ഡാഷ് വൈ. നമ്മൾ എഴുതിയ പണ്ടത്തെ എഴുതിയ ഇതാണ് നമ്മുടെ ഓൾഡ് നൊട്ടേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ 2 എണ്ണം വന്നതുകൊണ്ടാണ് ഇവിടെ ഒരു അഡീഷണലി എന്തുകൂടെ കയറി വന്നേ? ഇത് ഇവിടെ ഒരു ഈ ജെ എക്സ് എന്നുള്ള ഈ എക്സും ഈ വൈയും ഒക്കെ അഡീഷണൽ നൊട്ടേഷൻസ്. അതിന് കാരണം 2 എണ്ണം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ പണ്ട് പഠിച്ച അതേ സാധനം തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ എംബഡിങ്, കനോണിക്കൽ എംബഡിങ് എന്താണെന്ന് നമുക്കറിയാം. ഐസോമെട്രി ആണെന്നും അറിയാം. അപ്പോൾ ഇത് ഐസോമെട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ജെ എക്സ്, അത് നമ്മുടെ അഡീഷണൽ നൊട്ടേഷനാണ്. ഇത് തന്നെ ആയിരിക്കും ഇതിൻ്റെ നോം ജെ എക്സ് എന്നിവയായിരിക്കും. അതുപോലെ തന്നെ നോം ജെ വൈ വൈ, ദിസ് ഈസ് ഈക്വൽ ടു നോം വൈ. അതായത് ഇത് പ്രിസർവ് ഡിസ്റ്റൻസ് ആൻഡ് നോം എന്ന് പറയുന്ന സാധനമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി പുസ്തകത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം അവരൊരു ഐഡൻറ്റിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഐഡൻറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് ഈക്വൽ ടു ജെ വൈ എഫ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇതെങ്ങനെയാണ് കിട്ടിയത്? അവരെങ്ങനെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? സിൻസ് എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് ഈക്വൽ ടു ജെ വൈ എഫ് എന്നാണ് അവർ എഴുതുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നല്ലതാണ്. ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഇതാണ്. നമ്മൾ ഫസ്റ്റ് എഫ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എഫ് അപ്ലൈ ചെയ്യുന്നു അല്ലേ? എഫ് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ജെ വൈ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ജെ വൈ അപ്ലൈ ചെയ്യുന്നു, അതായത് കനോണിക്കൽ എംബഡിങ് അപ്ലൈ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തത്. ഓക്കെ, അപ്പം ജെ വൈ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? വൈ ഡബിൾ ഡാഷിലേക്ക് പോകും. ശരിയല്ലേ? ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം ജെ എക്സ് അപ്ലൈ. ഓക്കെ, ജെ എക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി എക്സിൽ നിന്നും എങ്ങോട്ട് പോകും? എക്സ് ഡബിൾ ഡാഷിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നു? എഫ് ഡബിൾ ഡാഷ് അപ്ലൈ ചെയ്യുന്നു. എഫ് ഡബിൾ ഡാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നു? വൈ ഡബിൾ ഡാഷിലേക്ക്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ബേസിക്കലി ഇവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള കാര്യമാണ് പറയുന്നത്? എക്സിൽ നിന്നും വൈ ഡബിൾ ഡാഷിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടും സംഭവിക്കുന്നതും എക്സിൽ നിന്നും വൈ ഡബിൾ ഡാഷിലേക്കുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. ഞാൻ ഒരു പടം പോലെ വരച്ച് കളിക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ചിലപ്പോൾ ഐഡിയ കിട്ടും. എക്സ്, ഓക്കെ, ഇതാണല്ലോ എഫ്. എക്സിൽ നിന്നും വൈയിലേക്കുള്ള മാപ്പ്. ഓക്കെ, ജെ എക്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ജെ എക്സ് എക്സിൽ നിന്നും എക്സ് ഡബിൾ ഡാഷിലേക്ക് പോകും. ഓക്കെ, ജെ വൈ എവിടെ നിന്ന് എങ്ങോട്ട് പോകും? വൈ ഡബിൾ ഡാഷിലേക്ക് പോകും. എക്സ് ഡബിൾ ഡാഷിൽ നിന്നും വൈ ഡബിൾ ഡാഷിലേക്ക് പോകുന്ന ആളാണ് ആര്? എഫ് ഡബിൾ ഡാഷ്. ചുരുക്കി പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? എഫ് ഡബിൾ ഡാഷ് ജെ എക്സ്, ഇത് ഈ എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് എന്ന് വെച്ചാൽ ആദ്യം ജെ എക്സ് ആക്ട് ചെയ്യും. അപ്പം നമ്മൾ എക്സിൽ തുടങ്ങി ഇങ്ങോട്ട് വന്നു, എക്സ് ഡബിൾ ഡാഷ് വന്നു, പിന്നെ എഫ് ഡബിൾ ഡാഷ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ശരിയല്ലേ? അപ്പം അത് ഇങ്ങനെ വന്ന് വൈ ഡബിൾ ഡാഷിലേക്ക് എത്തി. അതാണ് എഫ് ഡബിൾ ഡാഷ് ജെ എക്സ്. ഇനി ജെ വൈ എഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ജെ വൈ എഫ് ആദ്യം എഫ് വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ റൂട്ട് ഇതാ ജെ വൈ, എന്നിട്ടാണ് അവിടെ ജെ വൈ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴും ഇവിടെ തന്നെ വന്നു വൈ ഡബിൾ ഡാഷിലേക്ക്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് എക്സ് എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് അല്ലേ? ജെ എക്സ് മൂലം എങ്ങനെ എഴുതുന്നത്? എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് ഓഫ് എക്സ് ഒരു എലമെൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു ജെ വൈ എഫ് ഓഫ് എക്സ് ആയിരിക്കും. വീഡിയോ ഓക്കെ. അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാം. യു എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ബോൾ ഇൻ ഒരു എക്സ് ആണ്. നമ്മുടെ ജെ എക്സ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു ഐസോമെട്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെ എക്സ് യു, ഓക്കെ, ജെ എക്സ് എക്സിൽ നിന്നും എക്സ് ഡബിൾ ഡാഷിലേക്കാണ്. ജെ എക്സ് എക്സിൽ നിന്ന് എക്സ് ഡബിൾ ഡാഷിലേക്കാണ്. ഞാൻ എക്സിൽ ഒരു യൂണിറ്റ് ബോൾ യു എടുത്തു. അങ്ങനെയാണെങ്കിൽ ജെ എക്സ് യു എവിടെ വരും? ഇറ്റ്സ് ആൻ യൂണിറ്റ് ബോൾ ഇൻ എവിടെ? എക്സ് ഡബിൾ ഡാഷ്. ശരിയാണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൗ ജെ വൈ എഫ് ഓഫ് യു ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സെറ്റ് ഓഫ് ഓൾ ജെ വൈ എഫ് ഓഫ് എക്സ് വേർ എക്സ് എലമെന്റ് ഓഫ് എവിടെ? യു എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ മുകളിൽ പറഞ്ഞ ഐഡന്റിറ്റി പ്രകാരം ജെ വൈ എഫ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ആ ഐഡന്റിറ്റി പ്രകാരം ഞാൻ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതേ കാര്യത്തെ എനിക്ക് എഫ് ഡബിൾ ഡാഷ് ജെ എക്സ് എക്സ് എന്ന് എഴുതാം, വേർ എക്സ് എലമെന്റ് ഓഫ് യു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ജെ എക്സ് യു
ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു JXU എവിടുത്തെ യൂണിറ്റ് ബോളാണെന്ന് ഞാൻ പറഞ്ഞു. ആ യൂണിറ്റ് ബോൾ ഇൻ X''ലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, JXU is an unit ball. Okay, JXU is contained in the unit ball of X''. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ JYF of U is കാരണം JYF of U equal to F''JXX എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെയ്ൻഡ് ഇൻ F'' of E. F'' of JXX എവിടുത്തെ എലമെന്റാ? JXX X''ലെ എലമെന്റ് ആയിരിക്കും. കാരണം JX is a map from X to X''. അപ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് F'' of യൂണിറ്റ് ബോൾ ഇൻ X''. പിടിയാ ഇതിന്ന് എഴുതാ ഇതിന്ന്. ഓക്കെ ഓക്കെ, ക്ലിയർ. ഇനിയാണ് നമ്മൾ F'' കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ F'' കോമ്പാക്ട് F'' എന്ന് പറയുന്ന ആള് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോമ്പാക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് കോമ്പാക്റ്റ് ആണെങ്കിൽ F''ന്റെ ഓഫ് യൂണിറ്റ് ബോൾ ഇൻ X'', അതെന്തായിരിക്കും? ദാറ്റ് ഈസ് റിലേറ്റീവ്ലി കോമ്പാക്ട് ഇൻ Y'. അതല്ല ഡെഫിനിഷൻ. ഇയാൾ എന്തായിരിക്കും? റിലേറ്റീവ്ലി കോമ്പാക്ട് ഇൻ Y''. കറക്റ്റ് അല്ലേ? ഇത് നമ്മുടെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമ്മുടെ 17.1 തിയറം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ തിയറം പ്രകാരം നമുക്ക് പറയാൻ പറ്റും അതെന്താണ്? ദാറ്റ് ഈസ് ടോട്ടലി ബൗണ്ടഡ് ഇൻ Y'. നമ്മുടെ തിയറോ 17.1 മറ്റോ ആണ് ആ തിയറ നമ്പർ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി ബൗണ്ടഡ് ഇൻ Y'' ആണ്. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സബ്സെറ്റ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആണല്ലോ ഇതേ ഇവിടെ കിട്ടാം. ഓക്കെ, ഈ F'' യൂണിറ്റ് ബോൾ ഇൻ X' എന്നാണ് ടോട്ടലി ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആണല്ലോ ഈ കിടക്കുന്ന JYF of U എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ JYF of U എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ ടോട്ടലി ബൗണ്ടഡ് ഇൻ Y'. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടോട്ടലി ബൗണ്ടഡ് ഇൻ Y'' ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ കംപ്ലീറ്റ് Y''ലുള്ള കഥയെ, സ്റ്റോറിയെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ആ Yയിലേക്ക് കൊണ്ടുവരണം. ഈ Yയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂളാണ് ഐസോമെട്രി എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ നിലവിലിപ്പം നമ്മുടെ ഗെയിം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന Y''ലേക്കാണ്. നമുക്കിതിനെ എല്ലാം എങ്ങോട്ട് കൊണ്ടുവരണം? Yയിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് F കോമ്പാക്ട് എന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ Xയിൽ നിന്ന് Yയിലേക്കുള്ള മാപ്പ് കഥയാണ്. സോ നമ്മൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? ഐസോമെട്രി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐസോമെട്രി ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ JXF of U എന്ന് പറയുന്നത് ടോട്ടലി ബൗണ്ടഡ് ഇൻ Y'' ആണെന്നുണ്ടെങ്കിൽ ആര്? നമ്മുടെ F of U എന്ന് പറയുന്ന ആള് ടോട്ടലി ബൗണ്ടഡ് ഇൻ എവിടെ വരും? Y പറയും. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി ബൗണ്ടഡ് ഇൻ Y ആണ്. ഇനിയാണ് ആ കംപ്ലീറ്റ്നെസ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം Y എന്താണ്. Y വെറും ഒരു നോർമൽ സ്പേസ് മാത്രമല്ല, അതെന്താണ്? ആ കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ അസംഷൻ്റെ അത് Y എന്താണെന്ന് പറയുന്നുണ്ട്, ബനാക് സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നിലവിൽ ഓക്കെ റിലേറ്റീവ്ലി ഓക്കെ, അപ്പം നമുക്കൊരു റിസൾട്ട് ഉണ്ട്. 17.1 തന്നെയാണെന്ന് തോന്നുന്നു. ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആകുന്നതിന് ഇക്വലൻ്റ് ആണ് എന്ത്? ആ ടോട്ടലി ബൗണ്ടഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, 17.1 നോക്കിയാൽ മതി. ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എ സെറ്റ് ഈസ് റിലേറ്റീവ്ലി കോമ്പാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എന്ത്? ടോട്ടലി ബൗണ്ടഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ F of U എന്ന് പറയുന്ന ആള് ടോട്ടലി ബൗണ്ടഡ് ഇൻ Y ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? അയാൾ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും ഈ F of U എന്ന് പറയുന്ന ആൾ എന്താണ്? റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ F of U റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? F ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.